എഗ്ഗ് കറി, ഒരു സ്പെഷ്യൽ എഗ്ഗ് കറിയാണ്. തൈര് ആഡ് ചെയ്ത ഒരു എഗ്ഗ് കറി. ഇതുണ്ടാക്കാൻ ഞാൻ 2 മുട്ടയാണ് എടുത്തത്. അതൊന്ന് ആദ്യം ഒന്ന് വേവിപ്പിച്ചെടുത്ത് പുഴുങ്ങിയെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഒരു സവാള, ഒരു തക്കാളി, കുറച്ച് ചെറിയ ഉള്ളി, 4-5 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം, നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം, കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി മുട്ട കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ആദ്യം ആഡ് ചെയ്യാൻ മറന്നുപോയി, ഇപ്പോഴാണ് ആഡ് ചെയ്തെടുത്തത്. ഇനി ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറി. ഇതിൽ സ്പെഷ്യലായിട്ട് തൈരാണ് ചേർത്തത്. അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് ചപ്പാത്തി, ദോശ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പ്രൊഫൈലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു. വെള്ളക്കടലക്കറി, ചിക്ക് പീസ് കറി, ഒരു അടിപൊളി കറിയാണ്. ഇതുണ്ടാക്കാൻ ഞാൻ 1 കപ്പ് വെള്ളക്കടല ചിക്ക് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി കഴുകി ഒരു 2 മണിക്കൂറൊന്ന് പുതിർത്തെടുക്കണം. വെള്ളത്തിലൊന്ന് പുതിർത്തെടുക്കാം. ഇനി കുതിർന്ന് വന്നാൽ നമുക്കൊരു കുക്കറിലേക്ക് ഇതിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഒരു സവാള, ഒരു തക്കാളി, 4-5 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള മൂത്ത് വന്നാൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയ ജീരകപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് വന്നാൽ അതിലേക്ക് നമുക്ക് വേവിപ്പിച്ചെടുത്ത വെള്ളക്കടല ഇട്ട് കൊടുക്കാം, ചിക്ക് പീസ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിപ്പിച്ചെടുക്കാം.
ഓൾമോസ്റ്റ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇനി സോയ ടേസ്റ്റിന് വേണ്ടി സോയ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സോയ സോസും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്ക് പീസ് കറി, വെള്ളക്കടല കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇത് രാവിലത്തെ പുട്ട്, ദോശ, ചപ്പാത്തി എന്നിവയുടെ കൂടിയും പിന്നെ ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടിയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പ്രൊഫൈലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു. മമ്പയർ തോരൻ, മമ്പയർ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കിയല്ലോ, അടിപൊളിയാണ്. ഇതുണ്ടാക്കാൻ ഞാനൊരു കപ്പ് മമ്പയർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി ഒരു അരമണിക്കൂർ, ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് ഒന്ന് പുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഒരു സവാള, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, 3-4 പച്ചമുളക്, അതൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി പുതിർത്ത് വെച്ച് മമ്പയർ ഒന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. ആദ്യം കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് നമുക്ക് മമ്പയർ ഇട്ട് കൊടുക്കാം. ഇത് വേകുമ്പോൾ നമുക്ക് ആ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ക്യാരറ്റൊന്ന് നന്നായി ഒന്ന് വെന്ത് വരേണ്ടതാണ്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി അതും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മമ്പയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മമ്പയർ ആഡ് ചെയ്തത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചിരകി വെച്ച് തേങ്ങ ഉണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മമ്പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഈ മമ്പയറിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റാണ് ആഡ് ചെയ്തത് അഡീഷണലായിട്ട്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ് മമ്പയർ. ഹെൽത്തി ഫുഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രൊഫൈലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഗ്രീൻ പീസ് തോരൻ. ഗ്രീൻ പീസ് കൊണ്ട് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കിയാലോ. അതിനായി ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഒന്ന് പൊതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വെജിറ്റബിൾസ് എടുക്കാം. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, സവാള, തക്കാളി, 4-5 പച്ചമുളക്, 5-6 ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില. ഇതൊക്കെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം.
സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം, തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും നന്നായി ഒന്ന് വെന്ത് വരണം. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചെറിയ ജീരകപ്പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വേവിച്ചെടുത്ത് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിരകി വെച്ച തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത്, ചിരകി വെച്ചതല്ല, മിക്സിയിൽ അടിച്ചെടുത്തതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് തോരൻ റെഡിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ, പിന്നെ ദോശയുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഈ തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പ്രൊഫൈലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.